വീഡിയോ മിനിമം സബ്സ്ക്രൈബർ കൂട്ടാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ്. സബ്സ്ക്രൈബർ കൂട്ടാൻ പറ്റാത്ത കൂടുതൽ ആൾക്കാർ വിഷമിക്കുന്നുണ്ട്. സബ്സ്ക്രൈബർ എങ്ങനെ കൂട്ടണ്ടേ, ഇൻക്രീസ് ആക്കണ്ടേ എങ്ങനെയെന്ന് അറിയാതെ. അപ്പോൾ ഇത് ബെറ്റർ ഒരു ഓപ്ഷനാണ്. ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ ജെനുവിനായിട്ട് എങ്ങനെ സബ്സ്ക്രൈബർ കൂട്ടാന്ന്. അപ്പോൾ സബ്സ്ക്രൈബർ കൂട്ടാൻ പറ്റാതെ നിങ്ങൾ ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്താൽ മതി. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരു വീഡിയോ 2 വീഡിയോ ഇട്ടിട്ട് 2000-3000 സബ്സ്ക്രൈബർ ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സബ്സ്ക്രൈബർ കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ട്രിക്ക് യൂസ് ചെയ്താൽ മതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ കൂടുതൽ ചാനലുകളും, ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കൂടുതൽ ചാനലുകളും ഇങ്ങനെ ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ഓൾറെഡി സബ്സ്ക്രൈബർ കൂട്ടിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ഈ ചാനലിലും ഞാൻ കുറേ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാൻ ഇങ്ങനത്തെ ട്രിക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂസ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബർ കിട്ടിയിട്ടുള്ളത്. ആ സമയത്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ 50-100 സബ്സ്ക്രൈബർ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് പെട്ടെന്ന് 1000-ലേക്ക് എത്തിക്കാൻ പറ്റിയത് ഇങ്ങനത്തെ ഒരു ട്രിക്കും കൂടി യൂസ് ചെയ്തിട്ടാണ്. ഇത് ഞാൻ കൂടുതൽ ആൾക്കാർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞു കൊടുത്തിട്ടും കൂടുതൽ ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഓൾറെഡി പറയാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്, എന്ത് ചെയ്യേണ്ടത് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് കുറച്ച് വീഡിയോ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് തീർക്കുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സബ്സ്ക്രൈബർ കൂട്ടേണ്ടത്. പക്ഷേ ഇതിൽ ലിമിറ്റ് ഉണ്ട് കേട്ടോ. ആ ലിമിറ്റ് കൂടി ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റിൽ. അത് ഓൾറെഡി നിങ്ങളുടെ ചോയ്സാണ്. വീഡിയോ കാണണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ എങ്ങനെ കൂടും, സബ്സ്ക്രൈബർ കൂടാനും ഒരു ട്രിക്കും കൂടി ഉണ്ട് ഇതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ള കമൻറ്റ്, ഇപ്പോൾ 2 ഡേയ്സ് മുന്നേ ഇട്ട കമൻറ്റാണ് ഓൾറെഡി ഇത്. 2 ഡേയ്സ് മുന്നേ ഇട്ട കമൻറ്റ് ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ട്. ഹൈലൈറ്റ് ആയിട്ടുള്ള കമൻറ്റുകൾ ഏറ്റവും ടോപ്പിൽ. നിങ്ങൾ ഏത് വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് എടുത്താലും നിങ്ങളെ കമൻറ്റിൽ എന്തെങ്കിലും ഉള്ളടക്കം ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ഹാർട്ടിൻ്റെ ഫോട്ടോസോ അതോ ഇമോജികൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും താഴത്താ വരിക. ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും തംസപ്പ് അങ്ങനത്തെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും താഴത്താണ് വന്ന് കിടക്കുക. അത് ടോപ്പിലേക്ക് വരില്ല. അപ്പോൾ ഹൈലൈറ്റ് ആയിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ ഇട്ടണം. കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇത് ഒത്തിരി വലിച്ചു നിന്നിട്ട് അത് കാര്യം പറയൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചേച്ചി ചാനലാണ് ഓൾറെഡി. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമുക്കും കൂടി മനസ്സിലാക്കാൻ പറ്റും ഈ ചാനൽ ഓൾറെഡി വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ബോറിംഗ് ആവുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ലെങ്തി ആവുന്നുണ്ട്, അവർക്ക് കാണാനുള്ള ടൈമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കൂടാതെ അവർക്കും കൂടി ഇത് ഈ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ കമൻറ്റ് ഓൾറെഡി ഹൈലൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ ചാനൽ അതിൻ്റെ താഴത്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ഇപ്പോൾ 9 hours മുന്നേ ഇട്ട കമൻറ്റൊക്കെ താഴത്ത് പോയിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇടുന്ന കമൻറ്റ് ടോപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം കമൻറ്റ് ഇട്ടാൽ പോരാ, അല്ല ലാസ്റ്റിൽ കമൻറ്റ് ഇട്ടാലും പോരാ. നിങ്ങൾ ഇടുന്ന കമൻറ്റ് നല്ല അടിപൊളിയായിട്ട് ക്യൂരിയോസിറ്റി തോന്നുന്ന രൂപത്തിലോ അല്ലെങ്കിൽ ആൾക്കാർക്ക് വായിച്ച് മനസ്സിലാക്കുന്ന രൂപത്തിലോ, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിൽ ഉള്ളടക്കം ഉണ്ടോ, റിയാക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും കമൻറ്റ് ഹൈലൈറ്റിലേക്ക് വരിക, ടോപ്പിൽ വരിക. ഈ ടോപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതിൽ ഇതിലൊരു കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി വ്യക്തമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇനി റീപ്ലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. റീപ്ലൈ കൊടുത്തു കഴിഞ്ഞാലും ഓൾറെഡി നിങ്ങൾക്ക് ആ കമൻറ്റ് ഹൈലൈറ്റിലേക്ക് വരും. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനത്തെ ഹാർട്ട് അതെല്ലാം ഇടുന്നതിന് കാര്യം ഇങ്ങനത്തെ എന്തെങ്കിലും കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഇടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ഞാൻ അതിന് റീപ്ലൈ തരാൻ തയ്യാറാവും. കാരണം എന്താ വെച്ചാൽ റീപ്ലൈ എന്താണ് തരേണ്ടതെന്ന് നമുക്ക് ആ കമൻറ്റ് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ റീപ്ലൈ തരുന്ന സമയത്ത് നിങ്ങൾക്കും കൂടി അത് ഉപകാരപ്പെടും. കാരണം എന്താ വെച്ചാൽ ബാക്കിയുള്ളവർ നിങ്ങളെ കമൻറ്റ് വായിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കമൻറ്റ് ഇടുന്നുള്ളത്. അപ്പോൾ വായിക്കുന്ന രൂപത്തിൽ കമൻറ്റ് ഇടുക. ഫസ്റ്റ് ആദ്യമായിട്ട് കമൻറ്റ് ഇടുക. ഫസ്റ്റ് വീഡിയോ കണ്ട പാടന് കമൻറ്റ് ഇടുക. അത് നിങ്ങൾക്ക് എന്താണോ പറയാൻ തോന്നുന്നത് ആ വീഡിയോനെ കുറിച്ചിട്ട് വേണമെങ്കിൽ വീഡിയോനെ കുറിച്ചിട്ട് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുക. അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ ഞാൻ ഓൾറെഡി എല്ലാവരും പുതിയ ക്രിയേറ്റേഴ്സാണ് കാണുന്നുള്ളത്. അതൊരു കാര്യം, അത് ശ്രദ്ധിക്കുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കമൻറ്റ് ഇട്ട ആൾക്കാരെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഗോ ടു ചാനൽ. ഇപ്പോൾ ഓൾറെഡി ഇത് ചാനൽ ഞാൻ ഫുള്ള് സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സബ് ചെയ്യുക. ഫസ്റ്റ് സബ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ചാനലിൽ വ്യൂ ചാനൽ എന്ന് പറയുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. ഇത് ഓൾറെഡി കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും 1 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ളവർ വരെ മറ്റുള്ളവരെ ചെറിയ ചാനലുകൾക്ക് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവും കൂടി ഞാൻ കാണിച്ചു തരാം നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കമൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തല്ലോ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് ഓൾറെഡി സബ്സ്ക്രൈബർ കാണിക്കും, നിങ്ങൾ സബ് ചെയ്തത് കാണിക്കും. അതെവിടെയെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ
യൂട്യൂബിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇതിൽ 458 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, വ്യൂസ് തീരെ ഇല്ല, വ്യൂസ് വളരെ കുറവാണ്. ഓൾറെഡി എൻ്റെ സബ്സ്ക്രൈബറാണ്. ഓക്കെ, സബ്സ്ക്രൈബർ അല്ലാതെ പിന്നെ കമൻറ്റ് ഇടൂലല്ലോ. അപ്പോൾ സബ്സ്ക്രൈബറാണ്, വീഡിയോ കണ്ട ആളാണ്. ഓൾറെഡി ഈ വീഡിയോയും കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാണ്. അപ്പോൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ കാണാം. ഓക്കെ, ഈ വീഡിയോ വാച്ച് ചെയ്യുക. ഈ ഷോർട്ട് വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോസ് ക്ലിക്ക് ചെയ്യുക, വീഡിയോസ് കാണുക. വീഡിയോസ് കണ്ടതിന് ശേഷം ഫുള്ള് വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കമൻറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ ജസ്റ്റ് ഒരു കമൻറ്റ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കമൻറ്റ് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ ഓൾറെഡി സൂപ്പർ എന്നിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സൂപ്പർ വീഡിയോ എന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു ഹാർട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ഇമോജികളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ലെങ്തി ആയിട്ട് മലയാളത്തിൽ കമൻറ്റ് ഇടാം. അപ്പോൾ ഞാൻ ഓൾറെഡി കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോന് ഈ കമൻറ്റ് ഏറ്റവും ടോപ്പിൽ വരും. ഇതിൻ്റെ താഴത്ത് എത്ര ആൾക്കാർ ഇതിൻ്റെ ശേഷം കമൻറ്റ് ഇട്ടാലും ആ കമൻറ്റ് അല്ലാതെ ഈ കമൻറ്റ് മാത്രം ഹൈലൈറ്റിൽ വരും. എന്താ വെച്ചാൽ ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ ഓൾറെഡി കമൻറ്റ് ഇട്ടിട്ടുണ്ട്, റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ വീഡിയോ ഇതുപോലെ ആ സമയത്താകുമ്പോഴത്തേക്കും ഈ വീഡിയോ ഫുള്ള് തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് കമൻറ്റ് എടുക്കുക. നെക്സ്റ്റ് കമൻറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം അതേ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി നമ്മൾ ചെയ്ത ഓൾറെഡി വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ അതിൻ്റെ താഴത്തുള്ള വേറെ കമൻറ്റ് എടുക്കുക. വേറെ കമൻറ്റ് എടുത്തതിന് ശേഷം ആ കമൻറ്റിനും ജസ്റ്റ് ഒന്ന് സബ് ചെയ്യുക കേട്ടോ. സബ് ചെയ്തതിന് ശേഷം ഗോ ടു ചാനലിൽ പോവുക. ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോനോ ലോങ് വീഡിയോ ഒക്കെ ഏത് വീഡിയോ ഒക്കെ വേണ്ടത് ആ വീഡിയോ ഒക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, കമൻറ്റ് ഇട്ട് കൊടുക്കുക. വീഡിയോയും വാച്ച് ചെയ്യുക. വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കൊടുക്കും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളിന് ഹാർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കമൻറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കമൻറ്റ് ഓൾറെഡി ഹാർട്ടിൽ വന്നിട്ടുണ്ട്. ഇതിനെല്ലാ കമൻറ്റിനും ഇവർ റീപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ കമൻറ്റിനും റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇതിൽ അടിപൊളിയായിട്ട് കമൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഒരു വീഡിയോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ കമൻറ്റിൻ്റെ ഈ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ലോഗോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ ചാനലിലേക്ക് നമ്മൾ പോകാൻ പറ്റും. പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആ ചാനലൊന്ന് ജസ്റ്റ് സബ് ചെയ്യുക. സബ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഷോർട്ട്സ് വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റ് ഇടാം. ഓക്കെ, വീഡിയോ കാണുന്നത് നിങ്ങൾ സൗകര്യമാണ്. നിങ്ങൾക്ക് സൗകര്യമുള്ള വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തതിന് ശേഷം ഈ വീഡിയോൻ്റെ എന്തെങ്കിലും നല്ല അടിപൊളിയായിട്ട് കമൻറ്റ് ഇടാം. സൂപ്പർ വീഡിയോ എന്നാ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ എന്നാ. ഓക്കെ, ഞാനിവിടെ കമൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഐ ആം വെയിറ്റിംഗ് യുവർ നെക്സ്റ്റ് വീഡിയോ എന്ന് ഓൾറെഡി കമൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കമൻറ്റുകൾ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമൻറ്റുകൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ ചാനലിൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ ചാനലിൽ കയറാം. വേറെ ചാനലിൽ കയറി കഴിഞ്ഞാൽ പിന്നെയും കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, നമ്മൾ ആ കമൻ്റ് ഇടുന്ന ചാനലുകളെല്ലാം അവരെ ശ്രദ്ധിക്കും. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ആകെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുള്ളൂ. കുറച്ച് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. 92 വീഡിയോസ് ഇട്ടിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് സബ് ചെയ്യുക. സബ് ചെയ്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ കമൻറ്റ് ഇട്ട് കൊടുക്കുക. കമൻറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ചാനൽ അവർക്ക് കാണാൻ ഏറ്റവും കൂടുതൽ കാണാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഇതിൽ ഒരു ദിവസം ഇത്ര കമൻറ്റ് ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. എന്താ വെച്ചാൽ ചില കമൻറ്റുകൾ ഹൈഡായിരിക്കും. അതൊന്നും നോക്കണ്ട. നിങ്ങൾ ഒരു ദിവസം ഒരു 10 കമൻറ്റ് മാക്സിമം ഒരു 10 ചാനലിന് 10 വീഡിയോ ഒക്കെ നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ പല ചാനലുകൾക്കും 10 കമൻറ്റോളം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി മറ്റ് 11ാമത്തെ ചാനലിന് കമൻറ്റ് കാണിക്കത്തില്ല. അത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇടുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഹൈഡായി പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അന്ന് കമൻറ്റ് ഇടുന്നത് നിർത്താം. അന്ന് കമൻറ്റ് ഇടുന്നത് നിർത്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് ഡേയ്സ് അല്ലാന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കമൻറ്റ് ഇടാം. പിറ്റേ ദിവസം ചാനലിൽ കയറിയിട്ട് കമൻറ്റ് ഇടാം. അപ്പോൾ ഈ ചാനലിൽ വരുന്ന വീഡിയോസിന് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ഗ്രൂപ്പിൽ നമ്മളെ ചാനലിൽ വരുന്ന അടിയിലുള്ള കമൻറ്റിന് ആദ്യം നിങ്ങൾ സബ് ചെയ്യുക. സബ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ ഓൾറെഡി സബ്ബുള്ള ചാനലാണ്. ഇതൊക്കെ ഓൾറെഡി സബ്സ്ക്രൈബറാണ്. ഞാൻ ഓൾറെഡി സബ് ചെയ്തതാണ് ഇത് മുമ്പ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചാനലുകളൊക്കെ നിങ്ങൾ സബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് വരുന്ന ചാനലുകളൊക്കെ സബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മുമ്പ് ഞാൻ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ കമൻറ്റിൽ കൂടിയിട്ട് കൂടുതൽ ആൾക്കാർ സബ് കയറ്റിയ ആൾക്കാരുണ്ട്, സബ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്, പെട്ടെന്ന് സബ് ചെയ്ത ആൾക്കാരുണ്ട്. ഞാൻ ഓൾറെഡി മുമ്പത്തെ പഴയ ലൈവിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല, ലൈവിലായിരുന്നു ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈവ് ഒന്നും കാണാത്തവരാണ് ഇപ്പോൾ ഈ ചാനൽ കാണുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുതന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് വളരെ ട്രിക്കി ആയിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബർ കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
വളരെ സിമ്പിളായിട്ട് സബ്സ്ക്രൈബർ എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് ആ സബ്സ്ക്രൈബർ 1000 വേണമെങ്കിൽ 1000, 2000 വേണമെങ്കിൽ 2000, 3000 വേണമെങ്കിൽ 3000 സബ്സ്ക്രൈബർ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഓരോ വീഡിയോക്ക് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരും.